ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു പേപ്പർ ബോണ്ട്. ഞങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എബി. ഞാൻ എഡ്വിൻ. സോ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ രണ്ടാമത്തെ ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഫിലിപ്പ് മാമ്പാട്, ഫിലിപ്പ് ദ മാമ്പാട്. അൾട്ടിമേറ്റ് മോട്ടിവേഷണൽ സ്പീക്കർ. മോട്ടിവേഷണൽ സ്പീക്കർ, ഫേക്ക് മോട്ടിവേഷണൽ അതെ, സ്പീക്കർ. ഫേക്ക് മോട്ടിവേഷണൽ സ്പീക്കർ, ഒരു ഒളിഞ്ഞിരിക്കുന്ന പെഡോഫൈൽ, അങ്ങനെ വേണം പറയാൻ. പെഡോഫൈൽ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. കാരണം പുള്ളി സമൂഹത്തിൽ ക്രിയേറ്റ് ചെയ്തൊരു ഒരു ഒരു സാധനമുണ്ട്. പുള്ളി പോലീസ് പോലീസ് എസ് ഐ അല്ലേ? എസ് ഐ ആണ്. പുള്ളി കോൺസ്റ്റബിൾ ആയിട്ട് അങ്ങനെ കയറി വന്നൊരു പുള്ളി പിന്നെ അത് ജോലിയിൽ നിന്ന് മുന്നേ റിസൈൻ ചെയ്ത് ഇറങ്ങി മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ആയിട്ട് പുള്ളി സ്റ്റാർട്ട് ചെയ്തു. നല്ല രീതിക്ക് ഏൺ ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല രീതിക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം. ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പിറേഷൻ അങ്ങനെ ഇങ്ങനെ മോട്ടിവേഷൻ വീണു. പുള്ളിയാണ് മോട്ടിവേഷണൽ എല്ലാം എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഇപ്പൊ എന്തായി? ഒരു പോസ്കോ കേസായി. അത് പറഞ്ഞപ്പോ ആർക്കും വിശ്വാസം വരുന്നില്ല. ഞങ്ങളുടെ സാർ ഇങ്ങനെയല്ല, ഞങ്ങളുടെ സ്വന്തം സാർ ഇങ്ങനെയല്ല വരുന്നേ എന്നൊക്കെയാണ് മറ്റുള്ളവർ പറയുന്നത്. പക്ഷെ ഈ ഒരു മോട്ടിവേഷൻ സാധനത്തില് എല്ലാവർക്കും കൂടി കിട്ടി, നല്ലൊരു മിഠായി കിട്ടി. എന്ന് വെച്ചാൽ സത്യം പറഞ്ഞ പോസ്കോ ഒരു ഫേക്ക് മോട്ടിവേഷൻ പുള്ളി ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പുള്ളി ഓരോരുത്തർ വീഴ്ത്തുമായിരുന്നു ചെയ്തത്. അതായത് ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ കൗൺസിലർ എന്ന് പറയുന്നതിൻ്റെ കുറച്ച് ക്രൈറ്റീരിയസ് ഉണ്ട്. ആ ക്രൈറ്റീരിയ ഒന്നും ഇല്ലാതെ പുള്ളി വെറുതെ ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആയത്. അതെ, പുള്ളിക്ക് കുറച്ച് ലൈഫിൽ കുറച്ച് നോളജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ തുടങ്ങി. അതായത് പുള്ളി ഒരു പോലീസ് ഓഫീസർ ആയിരുന്നു. മൂപ്പരാളുടെ ലൈഫ് എക്സ്പീരിയൻസിൽ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് മൂപ്പരാളുടെ മോട്ടിവേഷൻ സ്പീക്കിങ് തുടങ്ങണേ. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും അറിയണതാണ്, ഇപ്പോൾ ഈ സർവീസ് അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബിൽ ഇരിക്കുന്ന ഒരാൾക്ക് ഒരു സെക്കൻഡ് ഇൻകം വരാൻ പാടില്ല എന്നുണ്ട്. അത് ബിസിനസ്സിലോ ലീഗലി വരാൻ പാടില്ല. അതായത് ബിസിനസ്സിലോ ഇൻവോൾവ്മെന്റോ അല്ലെങ്കിൽ അങ്ങനെ അതൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ തന്നെയും അത് ജോലി പോണ പ്രശ്നങ്ങളിലേക്ക് വരെ അതൊക്കെ എത്തും. അപ്പോൾ ആ ടൈമിൽ ഇയാളുടെ മോട്ടിവേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ സർവീസിലുള്ള കാരണം എനിക്ക് ഈ ലൊക്കാലിറ്റി മാത്രമേ പറ്റുന്നുള്ളൂ, അല്ലാത്ത സമയത്ത് ഇറങ്ങുവാണെന്നുണ്ടെങ്കിൽ ഫുള്ള് കവർ ചെയ്ത് എനിക്ക് ക്ലാസ് എടുക്കാം. ഭയങ്കര ഒരാളുടെ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സാറാണ് മെയിൻ, സാറ് സെറ്റപ്പാണ്. അപ്പോ അതിൽ വീണു. പിന്നെ മൂപ്പരാൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടിവേഷനിൽ എല്ലാത്തിലും കുറെ വീഡിയോസിലും ഒക്കെ കുറച്ച് മതം കൂടെ കുത്തിക്കയറ്റും. കുറച്ച് മതം കൂടി കുത്തിക്കയറ്റും. ചില പ്രഭാഷണങ്ങള്, അത് നമ്മളിപ്പോ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ച് കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിറ്റ് പോകാവുന്ന ഒരു സാധനമാണ് മതവും മൂപ്പരാളുടെ മോട്ടിവേഷന്റെ ഇടയിൽ അങ്ങോട്ട് മതവും കൂടെ അങ്ങോട്ട് കയറ്റി. അതും കൂടി കഴിഞ്ഞപ്പോ റീച്ച് അങ്ങോട്ട് കൂടി. അതായത് മൂപ്പരാളുടെ റീച്ച് എന്ന് പറഞ്ഞാൽ അന്യായ റീച്ചാണ്. വീഡിയോസ് ഭയങ്കര റീച്ചാണ്. മോട്ടിവേഷൻ കുറെ ചാരിറ്റി അവിടെയും ചാരിറ്റി. ഇപ്പൊ പിടിക്കുന്ന കള്ളന്മാരന് മൊത്തം എല്ലാവരും ചാരിറ്റിയാണ്. ആ വക കാര്യങ്ങള്. പിന്നെ എല്ലാവരും സഹായിക്കുകയാണ് എന്നുള്ളൊരു സംഭവത്തിൽ നിന്നിട്ടാണ് മൂപ്പരാളുടെ കളികൾ നടത്തിക്കൊണ്ടിരുന്നത്. ഇതൊക്കെ ഇപ്പോഴൊക്കെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പുതിയ ന്യൂസുകൾ ഇങ്ങനെ വന്നിട്ടുണ്ട്. മൂപ്പരാൾ പണ്ട് അങ്ങനെയാണെന്നൊക്കെ പറയുന്നുണ്ട്. പണ്ട് ഒരാളുടെ കൂടെ സർവീസ് ഉണ്ടായിരുന്ന ചില ആൾക്കാരുടെ ചില വോയിസ് ക്ലിപ്സും കാര്യങ്ങളൊക്കെ പിന്നെ യൂട്യൂബിലൊക്കെ തന്നെ അവൈലബിൾ ആണ്, വരുന്നുണ്ട്. ആള് പണ്ട് തൊട്ട് ഒരു വുമണൈസർ ആയിരുന്നു. അത് ആള് പല കേസുകളിലും ഇങ്ങനെ ഒരു ഹെൽപ്ലെസ് ആയിട്ട് വരുന്ന ആൾക്കാരെ ഭയങ്കര യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലൊരു സ്വഭാവമൊക്കെ ആൾക്ക് ഉണ്ടായിരുന്നു. ആളത്രയും എന്താ പറയുക, ഈ ഓൺ സ്ക്രീന് കാണുന്ന ആളല്ല. അതിപ്പോ ആരുമല്ല. ഇപ്പൊ ഞങ്ങൾ ഉൾപ്പെടെ ഞങ്ങളുടെ ഇപ്പൊ ഈ വീഡിയോയിൽ ഞങ്ങൾ പറയുന്ന ഇപ്പൊ ഈ വീഡിയോയിൽ സംസാരിക്കുന്നേ ഇവിടുന്ന് ഈ വീഡിയോ എടുത്ത് പുറത്തിറങ്ങിയ ഞങ്ങൾക്ക് വേറെ വേറെ ക്യാരക്ടറാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ കാര്യങ്ങളിൽ ഓൺ സ്ക്രീന് കാണുന്നതല്ല ഞങ്ങളുടെ ജീവിതം. അതേപോലെ തന്നെ എല്ലാവരുടെ അങ്ങനെയാണ്. അതൊന്ന് റിയലൈസ് ചെയ്യാതെ ഹോമില് മറ്റോ പറയുന്ന പോലെ നമ്മുടെ വീട്ടിൽ നമ്മൾ പലതും കാണിക്കും. നമ്മുടെ അവിടെ ഒരു കീറിയ പേജാണ് നമ്മൾ എന്തും കാണിക്കും. കാരണം അത് കാണിക്കാൻ നമുക്ക് അതിനുള്ള സാധ്യത നമുക്ക്. പക്ഷെ പുറത്തിറങ്ങി കഴിയുമ്പോൾ നമ്മൾ അങ്ങനെയല്ല. ഒരു ഫേസ് വേറെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആ രീതിയിൽ ഈ ഒരു ഇമേജ് ഉണ്ട് നമുക്ക്. ആ ഇമേജ് നമ്മൾ കാത്തു സൂക്ഷിക്കാൻ നോക്കും. അതേപോലെ തന്നെയാണ് പുള്ളി ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു. ഞാൻ ഒരു സ്റ്റോറി പോലെ പറഞ്ഞുതരാം. പുള്ളിയുടെ തുടക്കം എങ്ങനെയാണെന്ന് വെച്ചാൽ ഫസ്റ്റ് പുള്ളി പണ്ട് നാട് വിട്ടുപോയി. അത് കഴിഞ്ഞ് മദ്യപാനം, ലഹരി, അടിമ അങ്ങനെ വന്നു. പോലീസിലൊക്കെ മുന്നേ പുള്ളി കൗൺസിലിംഗ് അല്ലെങ്കിൽ മോട്ടിവേഷൻ പുള്ളി ഇറക്കി വിടുന്ന സാധനങ്ങളായി പുള്ളി ഇങ്ങനെ പറഞ്ഞു വന്ന് അതൊരു സ്റ്റോറി പോലെ പുള്ളി പറയും. അതിൽ വീണു പോകുന്ന ആൾക്കാർ അതിന്ന് കൈ കയറി വന്നതാണ് പുള്ളി. എന്നിട്ട് ഇങ്ങനെ പോലീസുകൾ കയറി അത് കഴിഞ്ഞ് മോട്ടിവേഷനിലേക്കായി അങ്ങനെ വന്നാണ് പുള്ളി വന്നതെന്ന് പറയുന്നു.
ഈ സാധനം ജനങ്ങളിൽ ഭയങ്കര ഇമ്പാക്റ്റ് ആകും. കാരണം ജനങ്ങൾക്ക് എപ്പോഴും കേൾക്കാൻ ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ള സാധനം. ഒരു കാര്യത്തിൽ നിന്ന് അതിജീവിച്ച് വരിക, എന്നിട്ട് നല്ല നിലയ്ക്ക് എത്തുക എന്നുള്ള രീതിയിൽ ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു കൗൺസിലിംഗ്, ഒരു അസിസ്റ്റന്റ് കൗൺസിലർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഡയഗ്നോസ്, ഇതില് ഈ മാനസിക വിഭാഗത്തിൽ സംഭവമുണ്ട്, ഡയഗ്നോസിംഗ് എന്ന് പറഞ്ഞ സംഭവമുണ്ട്. നമ്മൾ രോഗം ഡയഗ്നോസ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് ക്രൈറ്റീരിയ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അതായത് ഇന്ത്യൻ RCA ലൈസൻസ് അപ്രൂവ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റോ കൗൺസിലേഴ്സിനോ മാത്രമാണ് ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇന്ന അസുഖമാണ് എന്ന് പറയണമെങ്കിൽ അതിനുള്ള അധികാരം, പറയാനുള്ള അധികാരം ഈ RCA ലൈസൻസുകാർക്കുള്ളൂ. അല്ല, നമുക്ക് വേണേ ഇരിക്കാം, അതായത് ഒരു അസിസ്റ്റന്റ് കൗൺസിലറായിട്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു കാര്യങ്ങൾ. ഇപ്പൊ പൊതുവെ കണ്ടുവരുന്ന ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 മാസത്തെ അല്ലെങ്കിൽ 6 മാസത്തെ ഓൺലൈൻ കോഴ്സ് അല്ലെങ്കിൽ എടുത്തങ്ങോട്ട് വെച്ചിട്ട് ഞാൻ സൈക്കോളജിസ്റ്റ് ആണ്, ഞാൻ എല്ലാവരെയും കൗൺസിൽ ചെയ്യും. ഇപ്പൊ കുറച്ചു മുന്നേ ഉണ്ടായ ആ ഷിൻജിതയുടെ കേസിലൊക്കെ, ഷിൻജിതയുടെ ഇൻസ്റ്റാഗ്രാം പ്രൊഫൈലിലൊക്കെ എന്തോ സൈക്കോളജിസ്റ്റ് ആണെന്നോ കൗൺസിലർ ആണെന്നൊക്കെ പറഞ്ഞത്. അതൊന്നും ഒരു വാലിഡ് മാസ്റ്റേഴ്സോ MA അങ്ങനത്തെ എടുത്തിട്ടൊന്നുമല്ലേ, എന്തോ മറ്റേ ലഡാക്ക് യൂണിവേഴ്സിറ്റിയിലത്തെ എന്തോ ഒരു കോഴ്സ് എടുത്ത് വന്നിട്ട് ഞാൻ ഇങ്ങോട്ട് കൗൺസിലാന്ന് പറഞ്ഞിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഉള്ള ഒരാൾക്ക് അസിസ്റ്റന്റ് കൗൺസിലർ ആയിട്ടോ അസിസ്റ്റന്റ് തെറാപ്പിസ്റ്റ് ആയിട്ട് ഇരിക്കാം എന്ന് വെച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ല പുള്ളിക്ക്. ഇന്ന രോഗമാണ് എന്ന് പറഞ്ഞിട്ട് പുള്ളിക്ക് പറയാൻ പറ്റത്തില്ല. അത് പറയണമെങ്കിൽ അപ്രൂവ്ഡ് ലൈസൻസ് വേണം. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ആയിരിക്കണം, ഒരു ക്ലിനിക്കലി വർക്ക് ചെയ്യുന്ന ലൈസൻസ് ഉള്ള ഒരു ഉദ്യോഗസ്ഥനായിരിക്കണം അത് പറയാനായിട്ട്. എന്നാലേ അത് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിന്റെ ബാക്കിൽ കുറെ ഉണ്ട്, ഇതിന് അതോറിറ്റീസ് ഇഷ്ടം പോലെ അതൊക്കെയുണ്ട്. ചൈൽഡിന്റെ ആണെങ്കിൽ അതിൻ്റെതായ ഉണ്ട്, ബാക്കിയുള്ള മനുഷ്യന്റെ ഹ്യൂമൻസ് മറ്റേ വുമന്റെ ആണ് അതില്ല. ഇത് നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ഇവരെയൊക്കെ അറിയിക്കണം എന്നുള്ള ലോ ഉണ്ട്. പോരാത്തിന് നമ്മളിപ്പോ ഒരു കൗൺസിൽ, ഇപ്പൊ നീ എന്റെ അടുത്ത് വന്ന് കൗൺസിലിംഗ് ഇരിക്കുക, നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ അത് റെക്കോർഡ് ചെയ്യാം, ഒരു എവിഡൻസ് ആയിട്ട് വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കാം. അത് കോൺവെർസേഷൻ, അതൊരു എവിഡൻസ് ആണ്. അങ്ങനെ എന്തെങ്കിലും എവിഡൻസ് വേണം. അല്ലാതെ ഒരാൾ വെറുതെ വന്ന് കൗൺസിലിംഗ് പോയാൽ അത് കൗൺസിലിംഗ് അല്ല, അത് വേറെ എന്തൊക്കെയോ വിളിച്ചു പറയുന്നത്. പിന്നെ ഒരാളുടെ ജീവിതത്തിൽ നിന്ന് ഒരാൾക്ക് ഒരു സാധനം ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് ഇറക്കി വിടുന്ന സാധനം അതാ, പുള്ളിയുടെ ജീവിതാനുഭവങ്ങൾ എന്നും പറഞ്ഞിട്ടാണ് പുള്ളി ഇറക്കി വിടുന്നത് മൊത്തം. പുള്ളിയുടെ ജീവിതാനുഭവത്തിൽ നിന്നാണ് എല്ലാവരും ഇൻസ്പയർഡ് ആവുന്നത്. അയ്യോ, എനിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഭർത്താവ് വേണം, ഇങ്ങനെ ഒരു ചേട്ടൻ വേണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കുടുംബനാഥൻ വേണം, അല്ലെങ്കിൽ കുടുംബത്തിൽ ഇങ്ങനെ ഒരാളായിരിക്കണം, പുള്ളി ആയിരിക്കണം ഒരു മാതൃക. മനസ്സിലായോ? പുള്ളിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ച് പുള്ളി ആയിരിക്കണം, പുള്ളി വിചാരിക്കുന്നത് അങ്ങനെ തന്നെയാ. പക്ഷെ അത് വെച്ച് പുള്ളി അങ്ങനെ ക്രിയേറ്റ് ഒരു റോൾ മോഡൽ പോലെ ആയിട്ട് ഇൻസ്പിറേഷൻ റോൾ മോഡൽ. അല്ലെങ്കിൽ ഒരു ഇപ്പോ നമ്മള് പറഞ്ഞാല് കോണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസർ, ഒരു കോണ്ടന്റ് ഇൻഫ്ലുവൻസർ എന്നൊക്കെ പറയുന്ന പോലെ പുള്ളി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ട് പുള്ളി എന്നിട്ട് അതിന്റെ മറവിലാണ് നടത്തുന്നത്. മുന്നേ ഉണ്ടായിരുന്നു എന്ന് പല പോലീസുകാരും അവരുടെ ഉദ്യോഗസ്ഥരൊക്കെ പറയുന്നുണ്ട്. ഇത് അറിഞ്ഞപ്പോഴും അവരാരും ഇങ്ങനെ മറ്റേ അനുകൂലിച്ച് നിന്നിട്ടൊന്നുമില്ല. അല്ല, ഈ ഒരു കേസ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ 1 വീക്കോളം ഒരു ത്രോ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു. അതിനുശേഷം മാത്രമാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്തേക്കണേ. കാരണം വെച്ചാൽ ഇങ്ങേര് കേരള പോലീസിന്റെ ഒരു മുന്നിൽ നിർത്തിയിട്ട് ഒരു റോൾ മോഡൽ എന്ന് പറഞ്ഞ ഒരു ബേസിസിലാണ് ഇങ്ങനെ കുറെ ക്ലാസ് എടുക്കണോ, കേരള പോലീസ് ഇത്ര നല്ല മനുഷ്യൻ അങ്ങനെ ഇങ്ങനെ. കേരള പോലീസിനെ സംബന്ധിച്ചോളം അവരെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നൊരു പുള്ളിയായിരുന്നു. അപ്പോൾ അവർ ഇങ്ങനെ പെട്ടെന്ന് പോയിട്ട് അറസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ഇതിൽ വേറെ ഒരാളുടെ പേരാണെങ്കിൽ വേറെ ഏതെങ്കിലും പയ്യനെ ഒരു ഫേക്ക് കേസാണ് അല്ലെങ്കിൽ റിയൽ കേസാണ്, എന്തെങ്കിലും ആവട്ടെ, ഒരു ആൾ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ്, ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു സ്ത്രീ കംപ്ലൈൻറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഉടനടി നടപടിയാണ്. അതിലേക്കൊന്നും ഇത് നിന്നിട്ടില്ല. അത് 1 വീക്ക് ഒരു ത്രോ ഇൻവെസ്റ്റിഗേഷൻ നടന്ന് A to Z എല്ലാം ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തിട്ടാണ് മൂപ്പരാളുടെ അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയേക്കണതും കാര്യങ്ങളൊക്കെ ആക്കിയേക്കണം. ഇതെന്ന് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ ഇങ്ങനെ റീലല്ല റിയാലിറ്റി. ഇപ്പൊ ഈ പറഞ്ഞ പുള്ളി പോയി മോട്ടിവേഷൻ ഇറക്കി, പക്ഷെ ഇത് ആരും അന്വേഷിക്കുന്നില്ല. പുള്ളി ലൈസൻസ് ഒരു സ്പീക്കർ ആണോ എന്നുള്ളത് ആരും അന്വേഷിക്കുന്നില്ല. പുള്ളി ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു, പുള്ളി റീൽസ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറെ നന്മമരം കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ കെയറേറ്റം കളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ കളിച്ചാണ് പുള്ളി ഇത് വരുന്നത്. ഇത് വന്ന് പുള്ളിക്ക് എൻഡ് ഓഫ് ഡേ മണിയാണ് പുള്ളി നോക്കിയത്. നല്ലൊരു ഏണിംഗ് പുള്ളി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പുള്ളിയുടെ ചില വീഡിയോസിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു സിറ്റിങ്ങിന് 2 ലക്ഷം രൂപ, 1.5 ലക്ഷം രൂപ, 3 ലക്ഷം രൂപയൊക്കെ ഒരു മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഒരു പ്രഭാഷണം പോലെയാണ്. മറ്റേ ധ്യാന കേന്ദ്രത്തില് അങ്ങനത്തെ സ്ഥലങ്ങളിൽ ഇങ്ങനെ ധ്യാനിക വചനം കേറ്റും, രാമായണം കേറ്റും, ഖുറാൻ കേറ്റും, അതൊക്കെ കേറ്റി ഒരു പിടുത്താണ് മൂപ്പരാളുടെ. അതാണ് മൂപ്പരാളുടെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. അപ്പൊ അതും കൂടെ ആയി കഴിയുമ്പോ കേൾക്കണവര് അങ്ങോട്ട് ചാർജ് ആവും. ഓക്കെ, ആ സെറ്റപ്പ് ആവും, അതിൽ വീണു പോകും. അത് വെച്ചിട്ടാണ് പിന്നെ ഇയാള് ഓരോരുത്തരെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പോസ്കോ കേസ് ആയെന്ന് പറഞ്ഞ കുട്ടീനെ പുള്ളി കൺവിൻസ് ചെയ്യുക ചെയ്തത്.
പുള്ളി ഒരു കൗൺസിലർ, ഒരു കുട്ടികളെ കൗൺസിലിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമാണ്. അവരായിട്ടൊരു ബന്ധം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പറയുന്നിടത്ത് അവർ നിൽക്കും എന്നുള്ളത് അവർക്ക് പുള്ളിക്ക് മനസ്സിലായി. പുള്ളി അതിനുള്ള വഴികളൊക്കെ ഒരുക്കി, പുള്ളി കാര്യങ്ങളൊക്കെ ചെയ്ത് ഒറ്റയ്ക്ക് ഒരു മുറി കൊണ്ടുപോയി കൗൺസിലിങ്ങിനാന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടാണ് പുള്ളി പരിപാടി ചെയ്തത്. അങ്ങനെ ചെയ്യാൻ പോലും പാടില്ല. ഒന്നാമത് ഒരു കൗൺസിലിംഗ് എത്ര ഒരു ഡയഗ്നോസിങ് തരണമെങ്കിൽ ഇത്ര സെക്ഷൻസ് കഴിഞ്ഞാൽ, ചിലർക്ക് ഇത്ര സെക്ഷൻ ഒന്നുമില്ല, കുറെ സെക്ഷൻ പോയാലേ ഡയഗ്നോസിംഗ് പരിപാടി നടക്കും. അല്ലെങ്കിൽ അത്രയും സെക്ഷൻ കഴിഞ്ഞാലാണ് ഇന്ന രോഗം. ഈ കുട്ടിക്ക് എന്തൊരു ചെറിയ ഇൽനെസ് ഉള്ളതാണ് പറയുന്നുണ്ട്. അതെ, ഇപ്പൊ എല്ലാരും, ഞാനും കുറെ വീഡിയോസിലൊക്കെ കണ്ടു പുള്ളി ചെയ്ത കാര്യങ്ങൾ അങ്ങനെയാണെന്ന് ഞാൻ കണ്ടത്. പുള്ളി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് പുള്ളി ഇങ്ങനെ കുത്തി നിറയ്ക്കുക, ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെ തൊട്ടാ പ്രശ്നമില്ല, അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്താൽ പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കൺവിൻസ് ചെയ്തെടുത്തു ആ കുട്ടീനെ. എന്നിട്ടാണ് പുള്ളി അബ്യൂസ് ചെയ്തത്. ഈ അബ്യൂസ് പുള്ളി ഇത് ആദ്യമായിട്ട് ചെയ്ത പരിപാടി ഒന്നല്ല. അപ്പൊ ഇത് പുള്ളിക്ക് മുന്നേ അറിയാം, ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ കിട്ടും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ. ശരിക്കും പറഞ്ഞാൽ ഈ സംഭവം നടന്നിട്ട് കുറച്ചധികം സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുന്നേ എന്തോ നടന്നിട്ടുള്ള ഒരു സംഭവമാണ്. ഇതിപ്പോ ഈ കുട്ടീനെ ഇയാൾ അബ്യൂസ് ചെയ്തതിന് ശേഷം ആ കുട്ടി ആരോടൊന്നും പറഞ്ഞിട്ടോ കാര്യങ്ങളൊന്നുമില്ല. അത് പിന്നെ അതിങ്ങനെ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പോകുന്നു. അത് കഴിഞ്ഞിട്ട് ആ കുട്ടിയുടെ ഈ എന്താ പറയാ, ഈ അബ്യൂസ് ചെയ്യപ്പെട്ട കുട്ടിയുടെ സ്കൂളിൽ ഒരു കൗൺസിലിംഗ് ഉണ്ട്. അത് എല്ലാ സ്കൂളുകളിലും വർഷത്തിലൊരു വൺസ് ഉള്ളത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്തും നമ്മുടെയൊക്കെ സ്കൂളുകളിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ടെന്നാണ്. അത് ഗവൺമെന്റ് അംഗീകൃത സെറ്റപ്പ് ആണെന്നുണ്ട്. എല്ലാ മിക്ക സ്കൂളുകളിലും ഉള്ളൊരു സംഭവം അത്. ഒരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ടാവും. അത് അപ്പൊ അതില് ഈ കുട്ടീനെ കൗൺസിൽ ചെയ്യുമ്പോഴാണ്, കൗൺസിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കുട്ടി ഇങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാവണേ. അവരവിടെ നിന്ന് പിന്നെ ചൈൽഡ് ഹെൽപ്പ് ലൈനിൽ പറയുന്നു. അവിടെ നിന്ന് അങ്ങനെ ഫോർവേഡ് ചെയ്തിട്ടാണ് ഇപ്പൊ പുറത്തു വരുന്നത്. സത്യം എന്ന അവസാനം എന്നായാലും സത്യം പുറത്തു വരുന്നതാണ് പോലെ അങ്ങനെയാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് വന്നില്ല എന്നുണ്ടെങ്കിൽ ആരും അറിയത്തില്ല. വീണ്ടും പുതിയ പല പല ആൾക്കാർ ഇതേ ട്രാപ്പിൽ പോയി പെടുകയും ചെയ്യും. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് ഈ ഫേക്ക് ആയിട്ട് ഈ മോട്ടിവേഷണൽ അല്ലെങ്കിൽ കൗൺസിലിംഗ്, പ്രവാചനം, അത് സൈക്കോതെറാപ്പിസ്റ്റ്. ഇതിലൊക്കെ ഇവർക്കൊന്നും പലവർക്കും വാലിഡ് സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ ഇതിന് കറക്റ്റ് കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരൊന്നും ആയിരിക്കത്തില്ല. എവിടുന്നെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ. ഇത് കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരായാലും ഇങ്ങനെ കൗൺസിലിംഗ് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾ അന്വേഷിക്കണം. അവര് ഒരു എംപ്ലോയി ആണോ, അല്ലെങ്കിൽ RC അപ്രൂവ്ഡ് സർട്ടിഫൈഡ് ഒരു കൗൺസിലർ ആണോ, അല്ലെങ്കിൽ തെറാപ്പിസ്റ്റ് ആണോ, അല്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജി അന്വേഷിച്ചിട്ട് മാത്രമേ പോവാവൂ. പോയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, പോകുന്നത് നല്ലതാണ്. ഒരു മെന്റൽ റിലീഫിനും അല്ലെങ്കിൽ മെന്റൽ കാര്യത്തിനും പോകുന്നതൊക്കെ നല്ലതാണ്. പക്ഷെ ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് അന്വേഷിച്ചിട്ടാണ് പോവാൻ. അതിലും കുറെ തട്ടിപ്പുകളാണ്. നമ്മൾ വൾണറബിൾ ആണെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവര് നമ്മളെ മാക്സിമൈസ് യൂട്ടിലൈസ് ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പൊ നല്ല കൗൺസിലേഴ്സ് ഉണ്ട്, ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്. നല്ല, അതായത് കറക്റ്റ് അവരുടെ A to Z കാര്യങ്ങൾ നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിന്റെ ഒപ്പം തന്നെ ഇതുപോലെയുള്ള ആളന്മാരുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളൊരാളുടെ അടുത്ത്, അല്ലെങ്കിൽ 4 വീഡിയോ കണ്ടു, അയാളുടെ വീഡിയോയിൽ ഭയങ്കര സംഭവമാണ്, ഇംപ്രസ്ഡ് ആയി, ആ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ എവിടെയും പോയി പെടരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഇതുപോലുള്ള ഇപ്പൊ നമ്മള് ഇങ്ങനെ പോണ ഒരാൾ എപ്പോഴും വൾണറബിൾ ആയിരിക്കും. ഇല്ലടാ, നമ്മളിപ്പോ ഇങ്ങനെ പോകുന്ന ആൾക്കാരെ എപ്പോഴും ആ രീതിയിൽ തന്നെ പോകത്തുള്ളൂ. പുള്ളി ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടി ഒന്നുമല്ല. ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയാണെങ്കിൽ പുള്ളി പിടിക്കപ്പെടുകയില്ല. കാരണം ഒരു കള്ളത്തരം ചെയ്തോണ്ടിരിക്കുന്ന ആൾക്ക് കള്ളത്തരം ചെയ്യാൻ നല്ല അറിവുണ്ടായിരിക്കും. ഒരു വട്ടം പിടിക്കപ്പെടാതെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യം കൂടും. പുള്ളി അത് പിന്നെയും ആവർത്തിക്കും. പുള്ളിക്ക് അറിയാം വീക്ക്നെസ് ഉള്ള ആൾക്കാരെ പിടിച്ചാൽ നടക്കും, അത് പുറത്തേക്ക് വരില്ല എന്ന് പുള്ളിക്ക് അറിയാം. പിന്നെ വീക്കുള്ള ആൾക്കാരുടെ അടുത്ത് ഇത് നടക്കുള്ളൂ. ഈ കുട്ടിയുടെ ഫാമിലി ആണെന്നുണ്ടെങ്കിൽ അത്ര സെറ്റിൽഡ് ആയിട്ടുള്ള ഫാമിലിയോ കാര്യങ്ങളൊന്നും അല്ല. ഈ കുട്ടിയുടെ അമ്മ എന്തോ വേറെ എവിടെയാണ് വർക്ക് ചെയ്യണ കുട്ടിയുടെ കൂടെ. ഈ കുട്ടിയുടെ വല്യമ്മയുടെ വീട്ടിലെന്താണ് ഈ കുട്ടി നിക്കണത്. അപ്പൊ അത്രയും എന്താ പറയാ, ഫിനാൻഷ്യലി അത്ര സ്റ്റേബിൾ ആയിട്ടുള്ള മെന്റലി വീക്കാണ് ഇവര്. മെന്റലി വീക്കായ ആൾക്കാരുടെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ഇറക്കി വിട്ടാൽ നടക്കും എന്നുള്ളത് സംഭവം മനസ്സിലാവും. അതാണ് പുള്ളി ചെയ്തതും. അത് കാരണം അത് ചെയ്ത് കൺവിൻസ് ചെയ്താണ് ഈ അബ്യൂസിങ്. പുള്ളി ഇത് ആദ്യമായിട്ട് ചെയ്യുന്ന പരിപാടിയും അല്ല. പുള്ളി ഇത് മുന്നേ ആവർത്തിച്ചിട്ടുണ്ടാവും, ആരും അറിഞ്ഞിട്ടില്ല, പുറത്ത് പറയാത്തതായിരിക്കും. പുള്ളി കേരളത്തിന്റെ അങ്ങോട്ടും ഇങ്ങോ വരെ പോകുന്നുണ്ടെന്നൊക്കെയാണ് പുള്ളി പറയുന്നത്. കാരണം മറ്റേ പോലീസിൽ ഇരുന്നപ്പോഴും പുള്ളി ചെയ്യുന്നുണ്ടായിരുന്നു. അത് പിന്നെ പോലീസിൽ അന്നത്തെ മൂപ്പരാളുടെ ശമ്പളം എന്ന് പറയുന്നത് 85,000 രൂപയാണ്. പുള്ളി റിട്ടയർ ചെയ്യുന്ന സമയത്ത് മൂപ്പരാളുടെ ശമ്പളം. അത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെ സർവീസിലിരിക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ പക്ഷെ ഈ ഒരു ഇതിലേക്ക് ഏർണിങ്സ് നോക്കുമ്പോൾ ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് അല്ലേ. ലക്ഷങ്ങളാണ് ഇതിൽ കിട്ടുന്നത്. യൂട്യൂബിൽ നിന്നും ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ FB അത് വേറെ. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ മൂപ്പരാൾ അത് റിസൈൻ ചെയ്തിട്ട് ഇങ്ങനെ പോരാ. പിന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മോട്ടിവേഷൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ്. പിന്നെ മൂപ്പരാൾ
ഈ ഒരു ഇത് മാത്രല്ല ഇനി വേറെ എന്തൊക്കെ മൂപ്പരാള് ഒപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങൾ വരുമ്പോ കാണാം. ഓരോന്നോരോന്നായിട്ട് ഒരെണ്ണം പൊങ്ങി കഴിഞ്ഞാൽ ബാക്കി പുള്ളിനെ മാത്രല്ല പറയുന്നത്. ഇപ്പോഴും നമ്മുടെ ഒന്ന് നോക്കിയാൽ മതി, ഈ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എന്ന് പറയുന്ന ആൾക്കാർ മൊത്തം ശരിക്കും ഉള്ളതാണോ, ഇവരിത് പഠിച്ചിട്ട് വന്ന് ചെയ്യണതാണോ, അല്ലെങ്കിൽ ഒരു ലീഗലി കുറെ തട്ടിപ്പുകളുണ്ട്, കുറെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻസുകൾ. അതായത് ഇങ്ങനെ കുറെ മോട്ടിവേഷൻ കുറെ ആൾ വരും, ഇന്ന ഇൻവെസ്റ്റ് ചെയ്യൂ അവിടെ ഭയങ്കര അടിപൊളിയാണ്, അല്ലെങ്കിൽ ഇന്ന കമ്പനി ഇൻവെസ്റ്റ് ചെയ്യും. അതൊക്കെ കേട്ടിട്ട് നമ്മള് അതായത് നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് പോയിട്ട് ഒരിക്കലും, എസ്പെഷ്യലി ഇങ്ങനെ പൈസയുടെ കാര്യം വരുമ്പോൾ, അല്ലെങ്കിൽ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. നമ്മളത് വെറുതെ കൊണ്ടുപോയിട്ട് സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇവര് വെറുതെ അതൊക്കെ കുറേയൊക്കെ ട്രാപ്പാണ്. ഇതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ സ്മാർട്ട് വേ എന്ന് പറഞ്ഞൊരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. ഒരു നമ്മുടെ ഇയർ കറക്റ്റ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കൊറോണയ്ക്കൊക്കെ മുന്നെയാണ്, നമ്മുടെ വെള്ളപ്പൊക്കത്തിൻ്റെ അതിനും കുറച്ച് മുന്നേക്കെ ആയിരിക്കും. ആ സമയത്ത് തൊട്ട് സ്മാർട്ട് വേ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടായിരുന്നു. അന്ന് ഇതുപോലെ ഒരു പുള്ളി വന്നിട്ട് ഭയങ്കര മോട്ടിവേഷൻ ആയിരുന്നു. അന്ന് ഫേസ്ബുക്കാണ്, ഇൻസ്റ്റാഗ്രാമൊക്കെ സ്റ്റാർട്ടിങ് മീൻസ് ഒന്ന് ക്ലച്ച് പിടിച്ച് അങ്ങനെ സെറ്റായി നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ ആ സമയത്തൊക്കെ അതിലിങ്ങനെ FBയിലും ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ ഇയാളുടെ ഇങ്ങനെ മോട്ടിവേഷൻ വീഡിയോസ് വരും. ഇങ്ങനെ ഞാൻ മറ്റേ മഞ്ഞ കളർ ലെംബോർക്കിനിയുടെ ചാവിയാണ് ഞാൻ ഇങ്ങനെ എടുത്തത്, എന്നെ പുച്ഛിച്ചവരുടെ മുന്നിൽ ഞാൻ ലെംബോർക്കിനി മേടിച്ചു, ലാൻഡ് ക്രൂസർ മേടിച്ചു, അത് മേടിച്ചു. ഇങ്ങനെ കൂടുതൽ അതിൽ പിന്നെ എന്ന് വെച്ചാൽ കൂടുതൽ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരെ ഞാൻ അട്രാക്ട് ചെയ്തിട്ടുള്ളതായിരുന്നു. അതൊരു ചെറിയൊരു പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു 7000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു മണി ചെയിൻസ് ഒരു MLM പരിപാടിയാണത്. അത് വലിയൊരു സ്കാം ആയിരുന്നു. അത് പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് അയാൾ ഈ കാഴ്ച അയാൾ മുങ്ങി. അത് ഈ എടുത്ത് വേറെ എന്തൊരു സാമാനം തുടങ്ങിയെന്ന് പറഞ്ഞിട്ട് അതിലേക്ക് എന്താ ഇന്ത്യ കുറെ എന്താ വീഡിയോസ് ഉണ്ട്. അത് പിന്നെ കുറെ യൂട്യൂബേഴ്സ് ഇയാള് മറ്റേ കളറാണെന്ന് പറഞ്ഞിട്ട് അതിലും കണ്ടിരുന്നു. അതൊക്കെ ഇതിനൊക്കെ കുറെ മോട്ടിവേഷൻ ക്ലാസ് അങ്ങോട്ട് വെക്കും. ആ മോട്ടിവേഷൻ ക്ലാസ് അങ്ങോട്ട് മോട്ടിവേഷൻ നമ്മൾ ചാർജ് ആക്കാണ്. നിങ്ങൾ ഇന്ന് പൈസ ഇട്ടാ നാളെ നിങ്ങൾ കോടീശ്വരനായി, അല്ലെങ്കിൽ മറ്റന്നാ നിങ്ങൾ മറ്റേ രക്ഷപ്രഭുക്കളായി അമ്പാനിയുടെ കൂടെ നിൽക്കാൻ പറ്റും എന്നൊക്കെ പറയുമ്പോൾ സാധാരണക്കാരെ സംബന്ധിച്ചോളം അത് ഒരു ഡ്രീമാണ്. ഒന്ന് വീണ് പോകും, ട്രൈ അയക്കാതെ ആ ട്രൈ അടിക്കുക. പൈസ ആയിക്കോട്ടെ അല്ലെങ്കിൽ എന്തും ആയിക്കോട്ടെ, നമ്മൾ എന്തെങ്കിലും സംഭവം ഇൻവെസ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് 100 വട്ടം ആലോചിച്ചിട്ടായിരിക്കണം. നമ്മൾ റീത്തിങ് ചെയ്യണം. ഈ എടുക്കണ ആൾക്കാരൊക്കെ സർട്ടിഫൈഡ് ആണോ, അല്ലെങ്കിൽ ഇവർക്ക് ഇതിനുള്ള യോഗ്യതയുണ്ടോ, അതൊക്കെ അന്വേഷിച്ചിട്ട് വേണം നമ്മളൊരു എന്താ പറയുക ഇതുപോലെ ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിലോ കാര്യങ്ങളോ എന്തിൽ ചേരുമ്പോഴും നമ്മളത് ശ്രദ്ധിച്ചിരിക്കണം. അതായത് അവസാനം പണി നമുക്ക് തന്നെ കിട്ടും. ആടെ പണി കിട്ടുക എന്നുള്ളത് ഇല്ല. ഇത് പോകുമ്പോൾ നല്ല രീതിക്ക് അന്വേഷിക്കണം. അന്വേഷിച്ചില്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത്തുകൾ ഇതേപോലെ ഓരോന്നായിരിക്കും. ഇതിന് പുള്ളി ഇത് മെയിനായിട്ട് വെച്ച് പുള്ളി ഇത് മുതലാക്കുക ചെയ്തത്. ആ മുതലാക്കൽ തന്നെയാണ് പുള്ളിയുടേതായ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. അതെ, ഉപയോഗിച്ചെടുത്തു. ഈ പറഞ്ഞ ഫേസ്ബുക്കിൽ നോക്കി അറിയാം, കുറെ എണ്ണം ഫേസ്ബുക്കിൽ തന്നെ കിടന്ന് വിളയാടുന്നത്. കാരണം ഫേസ്ബുക്കിൽ എല്ലാ സാധനം പോകുന്നുണ്ട്, അവിടെ എല്ലാ സാധനം ഹിറ്റ് ആവുന്നുണ്ട്, പോകുന്നുണ്ട്. ഈ മോട്ടിവേഷണൽ പ്രവാചകം അത് ഇത് മറ്റതും മറിച്ചതെന്നും പറഞ്ഞ് നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങി പോകാൻ പറ്റുന്ന സാധനങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അതിലിറങ്ങും. അതിൽ വീഴുന്ന കുറെ ആൾക്കാരുണ്ട്. എല്ലാരും ഈ പറഞ്ഞ അറിയില്ലാത്ത ഒരാളാണ്. ഈ പറഞ്ഞ ഇതിനെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ ഇത് എന്താന്ന് അറിയില്ല. ഇതിപ്പോ ഇതിൽ തന്നെ കുറെ ഇപ്പൊ ഇയാളുടെ കാര്യത്തിൽ നോക്കുമ്പോ തന്നെ പലരും പറയുന്നുണ്ട് ഞങ്ങൾക്കറിയണ സാറിങ്ങനെ ചെയ്യത്തില്ല, അങ്ങനെ ഇങ്ങനെ. നിങ്ങൾക്ക് ഇയാളെ പേഴ്സണലി പരിചയമുണ്ടോ? ഒരു 3-4 വീഡിയോയിൽ കണ്ട പരിചയമായിരിക്കും. ഒട്ടുമിക്ക ആൾക്കാർ 80% ആൾക്കാർക്ക് അത്ര തന്നെ ഉണ്ടാവത്തുള്ളൂ. അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ക്ലാസ്സിന് പോയൊരു പരിചയമായിരിക്കും. അത് വെച്ചിട്ട് നമുക്ക് ഒരാളുടെ ക്യാരക്ടർ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇപ്പോഴും ബ്ലൈൻഡ് ആയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. പുള്ളി അങ്ങനെ ചെയ്യില്ല എന്നൊക്കെ. അതെ, പുള്ളി അങ്ങനെ മനസ്സിലാവണില്ല, അറിയില്ല പുള്ളി അങ്ങനെ. കാരണം എവിഡൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ക്ലിയർലി കിട്ടി, എവിഡൻസ് ഉണ്ട്. പുള്ളിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. പുള്ളിയെ മുന്നേ വർക്ക് ചെയ്തോണ്ട് അതായത് പോലീസുകാരനായിരുന്നു. അങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേരള പോലീസിന്റെ ഫ്രണ്ട് നിൽക്കുന്ന ഒരാള് വെറുതെ ഒരു ഫേക്ക് അലിഗേഷൻ ആണെന്ന് വിചാരിക്കും. കേരള പോലീസ് വെറുതെ അങ്ങോട്ട് പോയിട്ട് ഓടിപ്പോയിട്ട് ഇങ്ങനെ ഒരു പോലീസുകാരനെ അറസ്റ്റ് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യില്ലേ. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുന്ന ഒരാളായ കാരണം ഒരു ത്രോ ഇൻവെസ്റ്റിഗേഷൻ നടത്താണ്ട് അവരങ്ങനെ ചെയ്യില്ല. എന്നിട്ടും ആൾക്കാര് പറയണത് സാറ് മെയിൻ സാറാണെല്ലാം. അത് അങ്ങനെയൊക്കെയാണ് കുറെ. അതായത് FBയിലൊക്കെ കുറെ കമന്റ്സും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെ ഇപ്പോഴും കാണാനുണ്ട്. ഇതുപോലെ ആളുടെ ഫിലിപ്പിന്റെ കേസൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് വുമണൈസറാണ്. അതായത് അത്രയും അബ്യൂസീവ് ആണ് ആളുടെ പല മുന്നത്തെ കുറെ ലൈഫിലും, അതായത് മൂപ്പരുടെ സർവീസ് ലൈഫുകളിലും കാര്യങ്ങളിലൊക്കെ ഇതേപോലത്തെ കുറെ ഇൻസിഡൻസ് ഉണ്ടായിട്ടുണ്ടെന്ന് പല വീഡിയോസ് ആയിട്ടും ഓഡിയോ ക്ലിപ്സ് ആയിട്ടും കാര്യങ്ങളൊക്കെ ഓരോരുത്തരായിട്ട് പുട്ട് ഔട്ട് ചെയ്ത് വരുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊക്കെ ഇറങ്ങിയിട്ടും കുറെ ആൾക്കാർ അന്തന്മാരെ വിശ്വസിക്കണില്ല. അത് മനസ്സിലാവത്തെ. ഇപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾ ഇത്
അംഗീകരിക്കുകയാണ് ഒരാൾ ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആള്. പിന്നെ എന്തോ റിയാലിറ്റി ഷോയിലൊക്കെ വന്നിട്ട് എന്തോ പ്രൈസ് ഉണ്ടായിരുന്നു, വെറുതെ അല്ലേ ഭാര്യ, വെറുതെ അല്ല ഭാര്യ, അതിലെന്തോ വന്നിട്ട് പെർഫെക്റ്റ് ഹസ്ബൻഡ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവോഴ്സ്ഡ് ആണ്. അല്ല അങ്ങനെ ആക്കുന്നത്. പുള്ളി ഇങ്ങനെ മോട്ടിവേഷൻ നിന്നിട്ട് പുള്ളി എന്തുകൊണ്ട് ഡിവോഴ്സ്ഡ് ആയി? ഞാൻ എന്റെ ചോദ്യം, പുള്ളി ഇങ്ങനെ മോട്ടിവേഷൻ സ്പീക്കർ ആയിരുന്നു, നല്ല രീതിയിൽ എല്ലാം പെർഫെക്റ്റ് ആണ്, എല്ലാം ചെയ്യുന്ന ഒരാള് എന്തുകൊണ്ട് സ്വന്തം ദാമ്പത്യം പുള്ളിക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല? അവിടെ തന്നെ പുള്ളി ഫെയിലറാണ്. പിന്നെ എന്നിട്ടാണ് പുള്ളി ആ അനുഭവം വെച്ചുകൊണ്ടാണ് പുള്ളി നാട്ടുകാരെ എടുക്കണേ. ഒരു മോട്ടിവേഷൻ സ്പീക്കർ അല്ലെങ്കിൽ ഒരു കൗൺസിലർ എന്ന് പറയുന്നത് സ്വന്തം അനുഭവം വെച്ചിട്ടോ അല്ലെങ്കിൽ സ്വന്തം അത് വെച്ചിട്ടല്ല ചെയ്യാൻ നിൽക്കുന്നത്. പുള്ളി ചെയ്യുന്ന മൊത്തം അതാണ്. ഞാൻ ഇങ്ങനെ ആയിരുന്നു, എൻ്റെ ജീവിതം ഇങ്ങനെയാണ്, വണ്ടർഫുൾ ഹസ്ബൻഡാണ് ഞാൻ, പെർഫെക്റ്റ് ഹസ്ബൻഡാണ്, അല്ലെങ്കിൽ പെർഫെക്റ്റ് മാനാണ്, സമൂഹത്തിൽ നല്ലൊരു കാഴ്ചപ്പാടിൽ നിൽക്കുന്ന മനുഷ്യനാണെന്നും പറഞ്ഞ് പുള്ളി ഇറങ്ങി വരുന്നത് അത് കണ്ണടച്ച് വിശ്വസിക്കാൻ കുറേ ആൾക്കാർ. അതാ മനസ്സിലായി. കണ്ണും പൊടി ശരിക്കും പറഞ്ഞാൽ പൊട്ടനെ പോവാ മനുഷ്യര്. പൊട്ടനെ കണ്ണടിച്ച് വിശ്വസിച്ച് അതിൽ പോയി വീഴും. ഇപ്പൊ ഈ ഒരു കൗൺസിലിങ്ങിന് ഒരു കുട്ടീനെ അങ്ങനെ ഒറ്റയ്ക്ക് അത് ഇപ്പോൾ ഡിഫെൻഡ് ചെയ്യില്ല, വിടാന്ന് പറഞ്ഞാൽ അവിടെ ആപത്തല്ലേ? ഒരു കൗൺസിലിങ്ങിന് അവര് തന്നെയല്ല കൗൺസിലർ, ആ കൗൺസിലിംഗ് റൂമിൽ വേറെ ആൾക്കാരുണ്ടാവണം, ലോ അനുസരിച്ച് വേറെ ആൾക്കാരുണ്ടാവണം, അതിനുള്ള ഇത് സർട്ടിഫൈഡ് വേണം, അല്ലെങ്കിൽ അതിനുള്ള അതോറിറ്റി ഉള്ള ആൾക്കാർ വേണം, അല്ലെങ്കിൽ എവിഡൻസ് വേണം, ഈ റെക്കോർഡ് എവിഡൻസ്. വീഡിയോ എന്തായാലും കുട്ടികളുടെ എടുക്കാൻ പാടില്ല, ഡീറ്റെയിൽ അല്ലെങ്കിൽ ഓതറൈസേഷൻ, പാരന്റ്സിന്റെ ഓതറൈസേഷൻ മേടിച്ചിട്ട് അങ്ങനെ വീഡിയോസോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ടാണ് നമ്മൾ കുട്ടികളെ ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതാക്കാം. അല്ലാതെ ഇവന്മാരെ പോലുള്ള കള്ളന്മാരെ അടുത്തല്ല കൊണ്ടുപോയി. അത് പിന്നെ വെച്ചാൽ ഇപ്പോൾ ഈ കുട്ടിയുടെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് അറിയാൻ പാടിയ ഒരു കുറച്ച് പേര് സജസ്റ്റ് ചെയ്തപ്പോൾ ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോയതായിരിക്കാം. ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നുള്ളത് ചിലപ്പോൾ ആ ഒരു ലേഡിയും വിചാരിക്കുന്നുണ്ടാവില്ല, അബദ്ധം പറ്റിയതായിരിക്കാം. ഈ ഇപ്പം ആ മോളേനാണെന്നുണ്ടെങ്കിലും ഇയാള് ആരോടും പറയത് സ്വകാര്യമാണെന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വെച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും. അല്ലാതെ ആ കുട്ടിയും തുറന്നു പറയേണ്ടതാണ്. കാരണം അതന്നെ കുട്ടികളിലേക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യം കുട്ടികളാണ് ഇൻഫ്ലുവൻസർ ആയി പോകുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഇങ്ങനെയൊക്കെ ആയത് നല്ലതാണല്ലോ എന്നും പറഞ്ഞ് വേഗം ഇൻഫ്ലുവൻസർ ആവും കുട്ടികൾ. അപ്പൊ അവര് വിശ്വസിച്ചു പോകും. അപ്പൊ നമ്മൾ എന്ത് പറഞ്ഞാലും അവർ കണ്ണടച്ച് വിശ്വസിക്കും. നമ്മൾ ഇങ്ങനെയാണ്, ഇത് ഇങ്ങനെയാന്ന് പറഞ്ഞാൽ ശരിയാ എന്നും പറഞ്ഞ് കുട്ടികൾ ആ രീതിയിൽ പോകും. അത് കുട്ടികളെ തെറ്റ് യൂസ് ചെയ്ത് മാനിപ്പുലേഷൻ ചെയ്ത് വിടുക, അല്ലാതെ വേറെ ഒന്നല്ല ഉണ്ടാക്കുന്നതില്. ഈ പറഞ്ഞ സമൂഹത്തിൽ ഇങ്ങനെ കുട്ടികളെയാണെന്നുണ്ടെങ്കിലും അല്ലാണ്ടാണെങ്കിലും കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ എന്തിനും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിന്റ് റിപ്പീറ്റ് ചെയ്യാണ്. നമ്മൾ പോണ ആള് സർട്ടിഫൈഡ് ആണോ, ആള് വാലിഡ് ആണോ എന്നുള്ളത് നോക്കാം. അല്ലെങ്കിൽ വെറുതെ ഒരാളുടെ അടുത്ത് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് പോവാവൂ. കൗൺസിലിംഗ് ചെയ്യണം. ഇപ്പൊ ഡോക്ടറേറ്റ് ഒക്കെ വരെ വെറുതെ 6 മാസം കഴിഞ്ഞ് ഡോക്ടറേറ്റ് കിട്ടണമെന്ന് പറഞ്ഞിട്ട് നടക്കുന്ന ടീംസ് ആണ്. ആ നേരത്തെ ഇതുപോലത്തെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. അത് ശരിക്കുള്ളതാണോ, അംഗീകാരം ഉള്ളതാണോ, അവിടെ എംപ്ലോയീസ് ഉണ്ടോ, വർക്ക് ചെയ്യുന്നുണ്ടോ, അതൊക്കെ അന്വേഷിച്ചിട്ടാണ് പോവാൻ. അല്ലാതെ ഈ എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഇപ്പൊ എല്ലാ സ്കൂളിലും നമ്മൾ പഠിപ്പിക്കണോ എല്ലാ സ്കൂളിലും ഇയർലി വൺസ് അവിടെ ഒരു കൗൺസിലിംഗ് ഉണ്ടാവാറുണ്ട്. അപ്പൊ അവിടെ കൊണ്ടാവും. അല്ല അതും നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ഇഷ്ടംപോലെ ഹോസ്പിറ്റൽ ത്രൂ നോക്കാം. എല്ലാ ഹോസ്പിറ്റലുകളിലും ഉണ്ടാവും. എല്ലാ ഹോസ്പിറ്റലിലും ഒരു കൗൺസിലിംഗ് സെക്ഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ സൈക്കാട്രിക് സെക്ഷൻ ഉണ്ടാവും. സൈക്കാട്രി എന്ന് പറഞ്ഞ പ്രാന്ത് അല്ലെങ്കിൽ അങ്ങനെ മൈൻഡ് സെറ്റിൽ ഇതിനെല്ലാം കൂടി പറയുന്നതാണ് സൈക്കാട്രിക് സെക്ഷൻ എന്ന് പറയുന്നത്. അതിലെല്ലാം കൂടി പെടുന്ന അങ്ങനെ സെക്ഷൻസ് എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ട്. അപ്പൊ അവിടെ പോയാലും അവിടെയും കൗൺസിലേഴ്സ് ഉണ്ട്. അപ്പൊ അവിടെയും ചെയ്യാം. ഡോക്ടേഴ്സ് ഉണ്ട്, എക്സ്പീരിയൻസ് ഡോക്ടേഴ്സ് ഉണ്ട്. ഇതുപോലെ ഒരു കണയറിയാതെ വെറുതെ കണ്ടുവന്നിട്ട് ഒരാളുടെ അടുത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ കൗൺസിൽ ചെയ്യാനോ കാര്യങ്ങൾക്കോ ഒന്നും കൊണ്ടുപോയിട്ട് ഹെൽപ്പ് കിട്ടുന്ന എനിക്ക് ഒരു കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എത്രയോ പ്രാക്ടീസ് വേണം. ഈ ഒന്നല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത പ്രാക്ടീസ് വേണം, പേഷ്യൻസ് ആയിട്ട് ഇടപഴകി പ്രാക്ടീസ് വേണം. അത്രയും പ്രാക്ടീസ് ഉള്ള ഒരാൾക്കാണ് ഒരു കൗൺസിലിംഗ് ചെയ്യാനുള്ള അധികാരമുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാനുള്ള അവനറിയുള്ളൂ. അല്ലാതെ വേറെ വെറുതെ കയറിയിട്ട് വന്നിരിക്കും ഞാൻ കൗൺസിലിംഗ് ചെയ്ത് തരാന്ന് പറഞ്ഞാൽ നടക്കൂല. അത് ഈ പറഞ്ഞ പോലെ പുള്ളി എന്തൊക്കെയോ കാണിക്കുന്നു, പുള്ളി അതിൽ കുറെ വീണു പോകുന്നു, എന്നിട്ട് പുള്ളി ഇത് ചെയ്യുന്നു. അതിൽ എന്ത് കാര്യം മനസ്സിലാവണില്ല അതൊന്നും. പിന്നെ ഈ പറഞ്ഞ വിശ്വസിക്കണമില്ല ആൾക്കാർ, പുള്ളിനെ സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാർ. സോഷ്യൽ മീഡിയ കാണുന്നതല്ല സത്യം. അതൊന്നും എല്ലാവരും ഒന്ന് മനസ്സിലാക്കി എടുത്താൽ മതി. അതൊരു വീഡിയോസിൽ കാണുന്നതല്ല ഒരു മനുഷ്യനെന്ന് പറയുന്നത്. അയാൾക്ക് അയാളുടേതായ പേഴ്സണൽ ക്യാരക്ടറും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. ഒരു 4 വീഡിയോ കണ്ടിട്ട് വെറുതെ നമ്മൾ പോയിട്ട് ഒരു സ്ഥലത്ത് കൊണ്ട് തലവെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ ഒരു ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു കറക്റ്റ് പ്രൊസീജിയേഴ്സ് വഴി ഇങ്ങനെ പോവുക, കാര്യങ്ങൾ ചെയ്യുക. അപ്പോൾ അതാണ് ഇന്നത്തെ പറയാനുള്ളത്. കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, അത് കാരണം എടുത്തത് ഞങ്ങൾ. കാരണം സമൂഹത്തിൽ അറിഞ്ഞിരിക്കണം ഇങ്ങനെയുള്ള കള്ളന്മാരൊക്കെ പിടിക്കണം. അതില്ലാതെ
കൂടുതൽ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ അല്ലാതെ ആരെ ഉപദ്രവിക്കണമാരൊന്നും വെറുതെ ഇരിക്കരുത്. അവരൊക്കെ പിടിക്കണം. മുന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ പറഞ്ഞ പോലെ നല്ല ഇടി കിട്ടുക അപ്പോഴാണ് ഇതിനൊക്കെ ഒരു ഇതുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉപദ്രവിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ തന്തിരാതരം വേറെ ഇല്ല. സെക്ഷലി പുള്ളിക്ക് എന്താ ഭയങ്കര പ്രശ്നമുണ്ട്, അത് കാരണം അല്ലാതെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുന്നത് എനിക്ക് നല്ലേ ഓരോ മനുഷ്യന്മാര് അല്ലാതെ എന്താ പറയണേ. അതെ, ചുമ്മാ എന്താ പറയാ എന്തെങ്കിലും കാട്ടിക്കൂട്ടുന്ന വെച്ച് കാട്ടിക്കൂട്ടരുത്, ചെയ്യരുത്. ഇപ്പൊ നമുക്ക് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നമുക്ക് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നേരാണ് അന്വേഷിച്ച് പിടിച്ച് ശരിയാണോ ഇല്ലയോ എന്ന് നോക്കി, അല്ലെങ്കിൽ 2-3 വട്ടം ചെക്ക് ചെയ്തിട്ട് റിപ്പീറ്റ് ചെക്ക് ചെയ്തിട്ടേ അവിടെ ചെയ്യാവൂ, അല്ലെങ്കിൽ എന്ത് കാര്യം ഇംപ്ലിമെന്റ് ചെയ്യാവൂ, അല്ലെങ്കിൽ ചെയ്യാൻ നിൽക്കരുത്. അതാണ് പറയാനുള്ളത്. എൻഡ് ഓഫ് ദി വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരാളുടെ അടുത്ത് പോകണമെന്നുണ്ടെങ്കിൽ ത്രോ ചെക്ക് ചെയ്യുക. നമ്മൾ അത്രയും വാലിഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് മാത്രം പോയിട്ട് ഇങ്ങനത്തെ അഡ്വൈസുകളും കാര്യങ്ങളും ഇതൊക്കെ. ഇനി പലരും പല അഡ്വൈസും പറയും, അത് നമ്മളിന്ന് ചിന്തിക്കുക. അവർ അഡ്വൈസ് പറഞ്ഞു വെച്ചാൽ നമ്മൾ അത് എടുത്തങ്ങോട്ട് ചെയ്യല്ല. അവരൊരു അഡ്വൈസ് തന്നു കഴിഞ്ഞാൽ നമ്മളത് ചിന്തിക്കുക, നമ്മളെ മനസ്സാക്ഷിയോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കുക ഇത് കറക്റ്റാണോ, ഇങ്ങനെയാണോ ചെയ്യേണ്ടത്. നമുക്ക് നമ്മുടെ അടുത്ത് തന്നെ സംസാരിച്ചാൽ കുറേ കാര്യങ്ങൾക്ക് നമുക്ക് തന്നെ ഉത്തരങ്ങൾ കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിൻ്റെ പേര് അപ്പോൾ സൈനിങ് ഓഫ് ബബൺ ബോട്ട്.